രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണ്? ചിലർക്ക് വേണ്ടി ആചാരങ്ങളൊക്കെ അപ്പോൾ മാറ്റാം, അയ്യപ്പൻ കോപിക്കില്ല. പക്ഷേ ചിലരുടെ കാര്യത്തിലാണ് ഇത് വലിയ പ്രശ്നമായി മാറുന്നത്. നോക്കണേ, ശബരിമലയുടെ ചരിത്രം എങ്ങനെയാണ്, ആചാരം എങ്ങനെയാണ്? 41 ദിവസത്തെ വ്രതം നോറ്റ് മാലയിട്ട് കെട്ടും കെട്ടി കരിമല ചവിട്ടി അയ്യപ്പനെ കാണണം. ആ കരിമല ചവിട്ടി പോകുമ്പോൾ കല്ലും മുള്ളും കാലിക്ക് മെത്ത എന്നാണ് ശരണം വിളിക്കാറുള്ളത്. പക്ഷേ സംഘപരിവാർ നിയമിച്ച ഒരു രാഷ്ട്രപതി അവർ ശബരിമലയിൽ വാഹനത്തിലെത്തി ദർശനം നടത്തിയാൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും രാഷ്ട്രപതിയുടെ സന്ദർശനമേ എന്നുള്ള രീതിയിൽ അതിനെ പരിഗണിക്കുകയാണ്. രാഷ്ട്രപതി എന്നാൽ വ്യക്തിയല്ലേ, ഈ നാട്ടിലെ ഒരു പൗരനല്ലേ? ആ പൗരന് വിശ്വാസമുള്ളിടത്ത് പ്രത്യേക പ്രിവിലേജ് ഉണ്ടാകും. ഇതിപ്പോ വിവാദത്തിന് വേണ്ടി ചോദിക്കുന്നതല്ല. പക്ഷേ വിശ്വാസത്തിലെ ചില വിട്ടുവീഴ്ചകൾ നിങ്ങൾ കാണണം. സാധാരണക്കാരായിട്ടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനാണ് ഇങ്ങനെ ശബരിമലയിൽ എത്തിയിരുന്നെങ്കിൽ ഇനി കോലാഹലങ്ങൾ ഉണ്ടാകാനുണ്ടോ? അപ്പോ സുരക്ഷ മാനിച്ചുകൊണ്ട് രാഷ്ട്രപതി എന്നുള്ള നിലയ്ക്ക്, ഈ രാജ്യത്തിന്റെ പ്രഥമ പൗര എന്നുള്ള നിലയ്ക്ക് അവർ അങ്ങനെ എത്തിയതിലൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ ആചാരം ലംഘിക്കാൻ പാടില്ല, ലംഘിച്ചു കഴിഞ്ഞാൽ അയ്യപ്പ കോപമുണ്ടാകുമെന്ന് പറയുന്നവർ ഇവിടെ നിശബ്ദത പാലിക്കുന്ന നിങ്ങൾ കണ്ടോ? അധികാരമുള്ളിടത്ത് ആചാരം പോലും കുറച്ചൊക്കെ മാറ്റിയാലും ഒരു കോപം ഉണ്ടാകില്ലെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇത് സാധാരണക്കാരന് കിട്ടില്ലെന്നേ ഉള്ളൂ. ചിലർക്ക് ഇത്തരം പ്രിവിലേജുകൾ കിട്ടിയാലോ, സന്നിധാനം വരെ വാഹനത്തിലെത്തിയാലോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ആ ചോദ്യം പോലും ഉന്നയിക്കാതെയും ആചാരലംഘനം നടന്നു എന്ന ഒരു തരി ആശങ്ക പോലും ഉണ്ടാകാത്ത മനോസ്ഥിതി ഉണ്ടല്ലോ. സാഹചര്യത്തിനനുസരിച്ച് വർത്തമാനം പറയുന്ന രീതി, അതുകൂടി നാട് കാണേണ്ടതുണ്ട്. ആചാരങ്ങളൊക്കെ ആവശ്യാനുസരണം മാറ്റാം എന്നതിന്റെ തെളിവ് കൂടിയാണ്. ശബരിമലയിൽ മല ചവിട്ടാതെ എത്തിയാലും അയ്യപ്പനെ കണ്ടാൽ യാതൊരു കോപവും വരാൻ പോകുന്നില്ല എന്നതിന്റെ മറ്റൊരു യാഥാർത്ഥ്യമല്ലേ? നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. കേരളത്തിന്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ രീതിയിൽ സന്നിധാനത്ത് എത്തുന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കോലാഹലങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തോരം ആചാര ലംഘനങ്ങളുടെ പൊട്ടി ഒലിക്കൽ നമ്മൾക്ക് കാണാമായിരുന്നു. ഇവിടെ ആ ആചാര ലംഘന പൊട്ടി ഒലിക്കലുകാർ എത്ര സമാധാന പ്രിയരാണ്. അതൊന്നും അവരെ വേദനിപ്പിക്കാത്തത് നോക്കിയേ. അയ്യന്റെ മുന്നിൽ ഇന്ത്യൻ പ്രസിഡന്റ് എന്നോ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള അയ്യപ്പനോ ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എല്ലാവരും അവിടെ ചെന്നാൽ ഒന്നാണ് എന്നാണ്. അവിടെ യൂണിഫോമുകളോ പദവികളോ ഒന്നും പ്രശ്നമല്ല. അവിടേക്ക് എത്തുന്നത് അത് അധികാരത്തിന്റെ പേരിലോ ഞങ്ങളുടേതായിട്ടുള്ള ചില കാര്യങ്ങളിലാണെങ്കിൽ കേരളത്തിലെ ആചാര ലംഘന കുരുപൊട്ടലുകാരായിട്ടുള്ള സംഘികൾക്ക് അത് സഹിക്കാൻ പറ്റും. അപ്പോ അവർ പറയുന്ന ആചാര ലംഘനവും അവർ പറയുന്ന വിശ്വാസ രീതിയൊക്കെ അവർക്ക് എന്ത് വേണോ ചെയ്യാം, ബാക്കിയുള്ളവർ ചെയ്താലേ പ്രശ്നമുള്ളൂ. അവിടെയാണ് ഇവരുടെ ഒളിച്ചു കിടത്തൽ തിരിച്ചറിയേണ്ടത്. രാഷ്ട്രപതിക്ക് മല കയറാതെ ശബരിമലയിൽ എത്താമെങ്കിൽ ഇവിടുത്തെ ഏതൊരു സാധാരണക്കാരനും എത്താൻ ഭരണഘടന അനുവാദം നൽകുന്നുണ്ട്. അതിൽ വേർതിരിവുണ്ടാകുന്നില്ല. പക്ഷെ നാളുകളിൽ മറ്റാരെങ്കിലും ഇതേ രീതിയിൽ അവിടെ എത്തുമ്പോൾ കുരു പൊട്ടരുതേ എന്നേ പറയാനുള്ളൂ. ചിലർക്കാകാം, ചിലർക്ക് പാടില്ല. ഇതാണ് സംഘിതന്ത്രം. ആ സംഘീയ ആചാരങ്ങളും ആ വിശ്വാസങ്ങളും എങ്ങനെയാണ് അവരിൽ ഒരാളാണെങ്കിൽ വിദഗ്ധമായിട്ട് മാറ്റിവെക്കപ്പെടുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇന്ന് ശബരിമലയിൽ കണ്ടതെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്. എല്ലാവരും ചിലപ്പോ ഇതിനെക്കുറിച്ച് പറയില്ല, വിശ്വാസക്കാരിയല്ലേ, വെറുതെ എന്തിന് റിസ്ക് എടുക്കണം. പക്ഷേ സത്യങ്ങളെ സത്യങ്ങളായി ജനങ്ങളുടെ മുന്നിൽ കാട്ടിക്കൊടുക്കണമല്ലോ. ചിലയിടങ്ങളിലൊക്കെ ഈ ആചാര ലംഘനമൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ല. നമ്മൾ പറയുന്ന അത്രയും തീവ്രതയും അതിലില്ല എന്ന് ഒരു യാഥാർത്ഥ്യമാണ്. മല ചവിട്ടാതെ മുകളിലെത്തിയ പ്രസിഡന്റിനോട് ഒരു കോപവും വരാത്ത അയ്യപ്പൻ, ആ അയ്യപ്പൻ എന്റെ സാധാരണക്കാരനോട് മാത്രം അങ്ങനെ വന്നില്ലെങ്കിൽ കോപം ഉണ്ടാകുന്നു എന്ന ഒരു പൊതു സംശയം ഇനിയെങ്കിലും ഇവിടുത്തെ സാധാരണക്കാർ ചോദിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. കാര്യം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? ആ ടീംസിന്റെ സാഹചര്യത്തിനനുസരിച്ചുള്ള ഉൾട്ടയടിയാണ് ഈ കാണുന്നതെന്ന് പറയേണ്ടി വരികയാണ്. രാഷ്ട്രപതിക്ക് അയ്യപ്പ ദർശനം നടത്തണമെന്നൊരു ആഗ്രഹമുണ്ടായി, കേരളത്തിൽ വന്നു, അത് ചെയ്യുന്നു, നല്ല കാര്യമാണ്. ശബരിമലയെ സംബന്ധിക്കുന്നിടത്തോളം രാഷ്ട്രപതി സന്ദർശിച്ചു എന്നുള്ളത് ഈ നാടിന് ഗുണവുമാണ്. പക്ഷേ ആ സന്ദർഭത്തിലാണ് ചില ഒളിച്ചു കിടത്തലുകൾ ജനങ്ങൾ കാണേണ്ടിയുള്ളത്. ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ രാഷ്ട്രപതിയെ പോലെ തന്നെ ചിലപ്പോൾ മല കയറാൻ പറ്റാത്ത മനുഷ്യരുണ്ട്. അവർക്കും ഇതുപോലെ അവിടെ എത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ട കാലം കൂടിയാണ്. കാര്യം മനുഷ്യന്റെ ആഗ്രഹങ്ങളാണല്ലോ, ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ അത് നടപ്പാക്കാൻ പറ്റുന്നത്. അപ്പോ അത്തരം സൗകര്യങ്ങൾ എല്ലാ മനുഷ്യർക്കും എത്തിച്ചു കൊടുക്കുന്നതാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ചെയ്യേണ്ടതെന്ന് മാത്രമാണ് ആ സന്ദർഭത്തെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് വയ്ക്കാനുള്ള ആവശ്യം.